നമസ്കാരം. ആംഗിൾ ഗേജ് അഥവാ പ്ലെയിൻ ബെവൽ പ്രൊട്രാക്ടർ ഉപയോഗിച്ച് ആംഗിൾ പരിശോധിക്കുന്നതിനെക്കുറിച്ചുള്ള ഈ സെഷനിലേക്ക് സ്വാഗതം. നമുക്ക് സെഷൻ ആരംഭിക്കാം. ഇനി ഈ സെഷന്റെ ലക്ഷ്യങ്ങൾ പഠിക്കാം. ഈ സെഷന്റെ അവസാനം നിങ്ങൾക്ക് ഇനി പറയുന്നവ ചെയ്യാൻ കഴിയും. ആംഗിൾ ഗേജ് ഉപയോഗിച്ച് വ്യത്യസ്ത ആംഗിൾ നിർമ്മിക്കുക. പ്ലെയിൻ ബെവൽ പ്രൊട്രാക്ടർ ഉപയോഗിച്ച് വ്യത്യസ്ത ഘടകങ്ങളുടെ ആംഗിൾ അളക്കുക. പ്രൊസീജിയറിന് ആവശ്യമായ ടൂളുകൾ നോക്കാം. സ്റ്റീൽ റൂൾ, ബെഞ്ച് വൈസ്, ട്രൈ സ്ക്വയർ, വ്യത്യസ്ത ഗ്രേഡുകളും സൈഡുകളുമുള്ള ഫയലുകൾ, മാർക്കിംഗ് മീഡിയ, ഡോട്ട് പഞ്ച്, ബോൾ പിൻ ഹാമർ, ആൻവിൽ, സർഫേസ് ടേബിൾ, ആംഗിൾ പ്ലേറ്റ്, വെർനിയർ ഹൈറ്റ് ഗേജ്, വ്യത്യസ്ത സൈസുകളിലുള്ള ഡ്രില്ലുകൾ, ഡ്രില്ലിംഗ് മെഷീൻ, ചക്ക് കീ, സ്മോൾ ഫ്ലാറ്റ് ചിസിൽ, ഹാക്സോ ബ്ലേഡും ഫ്രെയിമും, വെർനിയർ പ്ലെയിൻ ബെവൽ പ്രൊട്രാക്ടർ, വെർനിയർ കാലിപ്പർ, ലൂബ്രിക്കേറ്റിംഗ് ഓയിൽ. നമുക്കിപ്പോൾ ആംഗിൾ ബ്ലോക്കിനെ കുറിച്ചും പ്ലെയിൻ ബെവൽ പ്രൊട്രാക്ടറിനെ കുറിച്ചും ചർച്ച ചെയ്യാം. കൃത്യമായ ആംഗിളിൻ്റെ വിന്യാസത്തിനും അളക്കുന്നതിനുമുള്ള മെഷറിംഗ് ടൂൾ ആണ് ആംഗിൾ ബ്ലോക്കുകൾ. ഡയഗ്രാമിൽ കാണിച്ചിരിക്കുന്നതുപോലെ ആംഗിൾ ഗേജുകളുടെ റിംഗിംഗ് ചെയ്യൽ നടത്തണം. തുരുമ്പെടുക്കാതിരിക്കാൻ കോട്ടൺ തുണിയുടെയോ ഷാമോയ്സ് ലെതറിൻ്റെയോ കയ്യുറകൾ നിർബന്ധമായും ധരിക്കണം. പ്ലെയിൻ കോണുകൾ നിർമ്മിക്കാനും അളക്കാനും ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് പ്രൊട്രാക്ടർ. ബെവൽ പ്രൊട്രാക്ടറിൻ്റെ ഭാഗങ്ങൾ: ബ്ലേഡ്, 0 ഡിഗ്രി ടു 180 ഡിഗ്രിയിൽ ഗ്രാജുവേഷനുള്ള പ്രൊട്രാക്ടർ, സ്പ്രിംഗ് ലോഡഡ് ലോക്ക് നട്ട്. ആംഗിൾ ബ്ലോക്ക് സെറ്റ് ഉപയോഗിച്ച് ബിൽഡിംഗ് ആംഗിളിനെ കുറിച്ച് നമുക്ക് ഇപ്പോൾ ചർച്ച ചെയ്യാം. ആംഗിൾ ബ്ലോക്ക് ഉപയോഗിച്ച് നിർമ്മിക്കേണ്ട ആംഗിൾ 30 ഡിഗ്രി, 38 ഡിഗ്രി, 45 ഡിഗ്രി, 53 ഡിഗ്രി, 60 ഡിഗ്രി ആണ്. 30 ഡിഗ്രി ആംഗിൾ സൈസ് നിർമ്മിക്കുന്നതിന് ആംഗിൾ ഗേജുകൾ ആവശ്യമാണ്. തെരഞ്ഞെടുത്ത ആംഗിൾ ബ്ലോക്കിൻ്റെ വലയം 30 ഡിഗ്രി ആംഗിളിൽ നിർമ്മിക്കണം. ആവശ്യമായ ആംഗിൾ ബ്ലോക്കുകളാണ് 25 ഡിഗ്രി, 5 ഡിഗ്രി, ആകെ 30 ഡിഗ്രി. 38 ഡിഗ്രി ആംഗിൾ സൈസ് നിർമ്മിക്കുന്നതിന് ആംഗിൾ ഗേജുകൾ ആവശ്യമാണ്. തെരഞ്ഞെടുത്ത ആംഗിൾ ബ്ലോക്കിൻ്റെ വലയം 38 ഡിഗ്രി ആംഗിളിൽ നിർമ്മിക്കണം. ആവശ്യമായ ആംഗിൾ ബ്ലോക്കുകളാണ് 30 ഡിഗ്രി, 5 ഡിഗ്രി, 3 ഡിഗ്രി, ആകെ 38 ഡിഗ്രി. 45 ഡിഗ്രി ആംഗിൾ സൈസ് നിർമ്മിക്കുന്നതിന് 45 ഡിഗ്രി ആംഗിൾ നിർമ്മിക്കാൻ തിരഞ്ഞെടുത്ത ആംഗിൾ ബ്ലോക്കിൻ്റെ വലയം ചെയ്യേണ്ട ആംഗിൾ ഗേജുകൾ ആവശ്യമാണ്. ആവശ്യമായ ആംഗിൾ ബ്ലോക്കുകളാണ് 30 ഡിഗ്രി, 15 ഡിഗ്രി, ആകെ 45 ഡിഗ്രി. 53 ഡിഗ്രി ആംഗിൾ സൈസ് നിർമ്മിക്കുന്നതിന് ആംഗിൾ ഗേജുകൾ ആവശ്യമാണ്. തെരഞ്ഞെടുത്ത ആംഗിൾ ബ്ലോക്കിൻ്റെ വലയം 53 ഡിഗ്രി ആംഗിളിൽ നിർമ്മിക്കണം. ആവശ്യമായ ആംഗിൾ ബ്ലോക്കുകളാണ് 30 ഡിഗ്രി, 20 ഡിഗ്രി, 3 ഡിഗ്രി, ആകെ 53 ഡിഗ്രി. 60 ഡിഗ്രി ആംഗിൾ സൈസ് നിർമ്മിക്കുന്നതിന് ആംഗിൾ ഗേജുകൾ ആവശ്യമാണ്. തെരഞ്ഞെടുത്ത ആംഗിൾ ബ്ലോക്കിൻ്റെ വലയം 60 ഡിഗ്രി ആംഗിൾ നിർമ്മിക്കണം.
ആവശ്യമായ ആംഗിൾ ബ്ലോക്കുകളാണ് 30 ഡിഗ്രി, 25 ഡിഗ്രി, 5 ഡിഗ്രി, ആകെ 60 ഡിഗ്രി. ഒരു പ്ലെയിൻ ബവൽ പ്രൊട്രാക്ടർ ഉപയോഗിച്ച് ആംഗിൾ അളക്കുന്നതിനുള്ള മാതൃകകൾ തയ്യാറാക്കാൻ നമുക്ക് ഇപ്പോൾ പഠിക്കാം. ബാസ്റ്റാർഡ് ഫയൽ ഉപയോഗിച്ച് എല്ലാ ഫേസും ഫയൽ ചെയ്യുക. ട്രൈസ്ക്വയർ ഉപയോഗിച്ച് സമാന്തരതയും ലംബതയും ഉറപ്പാക്കുക. ഫേസ് എയിൽ മാർക്കിംഗ് മീഡിയ അടയാളപ്പെടുത്തുക. വെർനിയർ ഹൈറ്റ് ഗേജ് ഉപയോഗിച്ച് 37 mm × 47 mm വലിപ്പത്തിൽ അടയാളപ്പെടുത്തുക. ആൻവിലിലെ ഡോട്ട് പഞ്ച്, ബോൾ പീൻ ഹാമർ എന്നിവ ഉപയോഗിച്ച് വർക്ക് പീസിലെ വിറ്റ്നസ് മാർക്ക് ചെയ്യുക. വിവിധ ഗ്രേഡുകളുള്ള ഫയലുകൾ ഉപയോഗിച്ച് അതാത് വലിപ്പത്തിലേക്ക് ഫയൽ ചെയ്ത് പൂർത്തിയാക്കുക. ട്രൈസ്ക്വയർ ഉപയോഗിച്ച് സമാന്തരതയും ലംബതയും ഉറപ്പാക്കുക. സ്റ്റീൽ റൂൾ ഉപയോഗിച്ച് അളവുകൾ പരിശോധിക്കുക. മാതൃകകൾ തയ്യാറാക്കുന്നതിനായി മുകളിൽ സൂചിപ്പിച്ച നടപടിക്രമം ഉപയോഗിച്ച് അത്തരം 4 വർക്ക് പീസുകൾ തയ്യാറാക്കുക. ഫേസ് എയിൽ മാർക്കിംഗ് മീഡിയ വീണ്ടും പ്രയോഗിക്കുക. പ്ലെയിൻ ബെവൽ പ്രൊട്രാക്ടർ ഉപയോഗിച്ച് 90 ഡിഗ്രിയിൽ താഴെയുള്ള ആംഗിൾ അടയാളപ്പെടുത്തുക. മാതൃക 1ൽ 30 ഡിഗ്രി എന്ന് പറയുക. പ്ലെയിൻ ബെവൽ പ്രൊട്രാക്ടർ ഉപയോഗിച്ച് സ്പെസിമെൻ 2ൽ നിന്ന് 38 ഡിഗ്രി എന്ന് പറയുമ്പോൾ 90 ഡിഗ്രിയിൽ താഴെയുള്ള ഒരു ആംഗിൾ അടയാളപ്പെടുത്തുക. പ്ലെയിൻ ബെവൽ പ്രൊട്രാക്ടർ ഉപയോഗിച്ച് മാതൃക 3ൽ 43 ഡിഗ്രിയിൽ 90 ഡിഗ്രിയിൽ താഴെയുള്ള ഒരു ആംഗിൾ അടയാളപ്പെടുത്തുക. പ്ലെയിൻ ബെവൽ പ്രൊട്രാക്ടർ ഉപയോഗിച്ച് മാതൃക 4ൽ 48 ഡിഗ്രിയിൽ 90 ഡിഗ്രിയിൽ താഴെയുള്ള ആംഗിൾ അടയാളപ്പെടുത്തുക. പ്ലെയിൻ ബെവൽ പ്രൊട്രാക്ടർ ഉപയോഗിച്ച് മാതൃക 5ൽ 59 ഡിഗ്രിയിൽ 90 ഡിഗ്രിയിൽ താഴെയുള്ള ഒരു ആംഗിൾ അടയാളപ്പെടുത്തുക. വ്യത്യസ്ത ഗ്രേഡുകളുള്ള ഫയലുകൾ ഉപയോഗിച്ച് ഫയൽ ചെയ്ത് പൂർത്തിയാക്കുക. പ്ലെയിൻ ബെവൽ പ്രൊട്രാക്ടർ സ്പെസിമെൻ 1ൽ സ്ഥാപിക്കുക. കോണാകൃതിയിലുള്ള പ്രതലത്തിൽ ബ്ലേഡ് ക്രമീകരിക്കുക. അങ്ങനെ ബ്ലേഡ് കോണാകൃതിയിലുള്ള പ്രതലത്തോട് ചേർന്ന് ഈ സ്ഥാനത്ത് ലോക്ക് നട്ട് ശക്തമാക്കുക. സ്പെസിമെൻ 1ന്റെ ആംഗിൾ നൽകുന്ന പ്രൊട്രാക്ടറിലെ ആംഗിൾ വായിക്കുക. അതിനാൽ സ്പെസിമെൻ 1ന്റെ അളന്ന ആംഗിൾ 30 ഡിഗ്രി ആണ്. സ്പെസിമെൻ 2ൽ പ്ലെയിൻ ബെവൽ പ്രൊട്രാക്ടർ സ്ഥാപിക്കുക. സ്പെസിമെൻ 2ന്റെ ആംഗിൾ നൽകുന്ന പ്രൊട്രാക്ടറിലെ ആംഗിൾ വായിക്കുക. അതിനാൽ സ്പെസിമെൻ 2ന്റെ മെഷർ ചെയ്ത ആംഗിൾ 38 ഡിഗ്രി ആണ്. സ്പെസിമെൻ 3ൽ പ്ലെയിൻ ബെവൽ പ്രൊട്രാക്ടർ സ്ഥാപിക്കുക. സ്പെസിമെൻ 3യുടെ ആംഗിൾ നൽകുന്ന പ്രൊട്രാക്ടറിലെ ആംഗിൾ വായിക്കുക. അതിനാൽ സ്പെസിമെൻ 3യുടെ അളന്ന ആംഗിൾ 43 ഡിഗ്രി ആണ്. സ്പെസിമെൻ 4ൽ പ്ലെയിൻ ബെവൽ പ്രൊട്രാക്ടർ സ്ഥാപിക്കുക. സ്പെസിമെൻ 4ന്റെ ആംഗിൾ നൽകുന്ന പ്രൊട്രാക്ടറിലെ ആംഗിൾ വായിക്കുക. അതിനാൽ മാതൃക 4ന്റെ അളന്ന ആംഗിൾ 48 ഡിഗ്രി ആണ്. സ്പെസിമെൻ 5ൽ പ്ലെയിൻ ബെവൽ പ്രൊട്രാക്ടർ സ്ഥാപിക്കുക. സ്പെസിമെൻ 5ന്റെ ആംഗിൾ നൽകുന്ന പ്രൊട്രാക്ടറിലെ ആംഗിൾ വായിക്കുക. അതിനാൽ സ്പെസിമെൻ 5ന്റെ അളന്ന ആംഗിൾ 59 ഡിഗ്രി ആണ്. റീക്യാപ്പ് ചെയ്യാൻ നമ്മൾ ഇനി പറയുന്നവ പഠിച്ചു. ആംഗിൾ ഗേജ് ഉപയോഗിച്ച് വ്യത്യസ്ത ആംഗിൾ നിർമ്മിക്കുക. പ്ലെയിൻ ബെവൽ പ്രൊട്രാക്ടർ ഉപയോഗിച്ച് വ്യത്യസ്ത ഘടകങ്ങളുടെ ആംഗിൾ അളക്കുക. ആംഗിൾ ഗേജ് അഥവാ പ്ലെയിൻ ബെവൽ പ്രൊട്രാക്ടർ ഉപയോഗിച്ച് കോണുകൾ പരിശോധിക്കുന്നതിനെക്കുറിച്ചാണ് ഇപ്പോൾ ചർച്ച ചെയ്തത്. ആശയങ്ങളും പ്രവർത്തനങ്ങളും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്ത സെഷനിൽ കാണാം.